Good afternoon to everyone. Good afternoon to all. Good afternoon, Miss. Good afternoon. Good afternoon. Okay, so let's start today's class with the prayer, thought of today. Start ചെയ്യാം നമുക്ക്. So who is going to sing prayer? അങ്ങനെ prayer ആരാ ചൊല്ലുക ക്ലാസ്സില്? എന്താണിത്? prayer ആരുമില്ലേ? എന്താ ഒന്നും മിണ്ടാതെ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. prayer ചൊല്ലുന്നുണ്ടോ? കൃഷ ആൻഡ് ഗീത രണ്ടുപേരും മിസ്സിംഗ് ആണ് അല്ലെ? ക്ലാസ്സിൽ അവർ രണ്ടുപേരും ഇതിനെയാണോ ഒരു സൈലൻസ്? Miss, ഞാൻ ചൊല്ലാം മിസ്സേ. Oh Lord, oh my soul, bless me every day. God will make a way with love and strength, blessing every moment, kindness and grace, joyful and happiness with love and strength. Yeah, next thought of today. ഞാൻ പറയാം. The root of education are bitter, but the fruit is sweet. I repeat, the root of education are bitter, but the fruit is sweet. Aristotle. Yes. Okay. Signing and off. Okay. So എന്താണ് സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ ക്ലാസ്സിൽ, കുറഞ്ഞു വരാണോ? ആക്റ്റീവ് ആണോ? റെഡി ആണോ? നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് എന്തോ എന്നോടായിരുന്നോ? Yes, Miss എന്ന് പറഞ്ഞതാ. നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇനി നിങ്ങൾക്ക് നമ്മുടെ എക്സാം മോഡല് അത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞോ? നിങ്ങള് ഇൻഫോം ചെയ്തിട്ടുണ്ടാവാലോ? അറിഞ്ഞോ? പറഞ്ഞു. ഓക്കെ, ചെയ്യുമ്പോൾ ആൻഡ് ടൈം ടു ആർട്ട് എക്സാം നടത്തുന്നുണ്ട് നമ്മുടെ മോഡൽ എക്സാം. സോ ടേം 1 എന്താണ്? 13th അല്ലെ? 13th എക്സാം വരാം. ഇംഗ്ലീഷിന് 10 ക്വസ്റ്റ്യൻസ് ആണ് വരാം കേട്ടോ. ടേം 1 ആൻഡ് ടേം 2 10 ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാം. ദെൻ നമ്മുടെ ഫൈനൽ എക്സാമിന് 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിലോ? എന്തെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ? ഇപ്പോ ടേം 1 യൂണിറ്റ് 8 വരെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത് കേട്ടോ. 8 വരെയുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. ദെൻ ടേം 2 17 വരെ 9 to 17 വരെ ഉള്ള ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു? അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന 45 മാർക്കിന് മൊഡ്യൂൾ 1 5 മാർക്കിന് മൊഡ്യൂൾ 2 നിന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ ജസ്റ്റ് ടൈം ടേബിൾ മാത്രമാണ് മാറ്റി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം എങ്ങനെയായിരുന്നു? മാർക്കിന്റെ അങ്ങനെ തന്നെയായിരിക്കുമോ? ഇല്ല, 40 ഐ തിങ്ക് 40 മറ്റേ ചാപ്റ്റേഴ്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നായിരിക്കും തരാം. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാറ്റാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ 5ലേക്ക് പോകാം. ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന്റെ ഒരിക്കലും 10 എബോവ് ക്വസ്റ്റ്യൻസ് വയ്ക്കില്ല കേട്ടോ. ഓക്കെ, മിസ്റ്റർ ടോട്ടൽ എത്ര മാർക്കിന്റെ എക്സാം ആണ്? ടോട്ടല് 100 ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും 2 മാർക്ക് വെച്ചിട്ടാണ് വരാം. 100ലാണ് നമുക്ക് മാർക്ക് വരാം കേട്ടോ.
ഓക്കെ. മോഡല് ഇപ്പൊ ചേഞ്ച് ചെയ്ത മോഡല് ടേം 1 അതൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അതൊക്കെ 100 ആണോ അതൊന്നും അറിയില്ല. കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുന്ന ആരണോ. നാളെ നിങ്ങൾക്ക് ആരായാലും നെക്സ്റ്റ് യൂസ് ചെയ്തത് ഷംസിനോട് പറയാം. എക്സാം കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. ഷംസ് പറഞ്ഞു കേട്ടോ. എനിക്കിപ്പോ എക്സാം മാറ്റിയത് കൊണ്ട് അറിയില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ കറക്റ്റ് മോഡൽ എക്സാമും പിന്നെ ഫൈനലും രണ്ടും 100 മാർക്കിനായിരുന്നു. ഇപ്പോ ടേം 1 ടേം 2 ആക്കിയപ്പോ കറക്റ്റ് അറിയില്ല കേട്ടോ. എത്ര മാർക്കിനാണെന്ന് അറിയില്ല. ഷംസിനോട് ഞാൻ പറയാം, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറയാം. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷില് ഇപ്പോ ഞാൻ പറഞ്ഞു 8 ചാപ്റ്ററുകളായി 8 വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് ക്വസ്റ്റ്യൻസ് വരാം. അതിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയത് ഞാൻ പറഞ്ഞുതരാം ടേം 1 ബേസ് ചെയ്തിട്ട്. ഓക്കെ. ടേം 1 എന്ന് പറയുമ്പോൾ നമുക്ക് നൗൺ ആൻഡ് പ്രോണൗൺ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന് ക്വസ്റ്റ്യൻസ് എന്തായാലും വരും കേട്ടോ. നൗൺ ആൻഡ് പ്രോണൗൺ അതിൽ റിലേറ്റീവ് പ്രോണൗൺ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കാട്ടോ, പറയുന്നത് ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പോ ഞാൻ ഇനി വരില്ല, ഈ ആഴ്ച നിങ്ങൾക്ക് എക്സാം ഉണ്ട്, അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം മാക്സിമം. റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത് ഇപ്പോ അനിമൽ ആൻഡ് തിങ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു അനിമലോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ആണെങ്കിൽ നമുക്ക് വിച്ച് ഓർ ദാറ്റ് ആയിരിക്കും വരും. ഓക്കെ. വിച്ചും ദാറ്റും ഓപ്ഷനിൽ രണ്ടും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരെണ്ണായിരിക്കും ഓപ്ഷനിൽ വരാം, വിച്ച് അല്ലെങ്കിൽ ദാറ്റ്. അപ്പൊ അങ്ങനെ ഓപ്ഷനില് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് അനിമലിനെ കുറിച്ചാണോ അല്ലെങ്കിൽ തിങ്ങിനെ കുറിച്ചാണോ ഈ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ നോക്കാം വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉണ്ടാകും, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും, അത് ആൻസർ ചെയ്താൽ. ഓക്കെ. ഇനി അഥവാ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ ഹൂ, ഹൂസ്, ഹൂ, ഇത് മൂന്നായിരിക്കും വരാൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അതിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ എന്താണ് എക്സാമ്പിള്? എന്താ പറയുന്നത്? I saw a man dash feel styled. I saw a man dash feel styled. എന്ന് പറയുമ്പോ ഈ ഡാഷ് എന്തായിരിക്കും അവിടെ? Who, whose, whom, which. ഇതാണ് ഓപ്ഷൻ. ഇത് വരും ഇത് വരാം. ഒന്നും പറയുന്നില്ല. എന്ത് പറ്റി? ടൈപ്പ് ചെയ്യാമോ? എന്തോ ടൈപ്പ് ചെയ്യോ മിസ്സേ? ടൈപ്പ് ചെയ്യാം. I saw a man that stood beside my car. Option വേണോ? Who, whose. Option വേണില്ല. Who. Yeah. Options ഉണ്ട്. Who. എല്ലാവരും ആൻസർ ടെക്സ്റ്റ് ചെയ്തേ. Who ആണ്? Who ആണ് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ.
This is the woman dash goes was tall. Whose? Options ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ആൻസർ പറയൂ എല്ലാവരും. This is the woman who dash was tall. ആരുടെ വേഴ്സ് ആണ് എന്നൊരു ചോദ്യം നമുക്കോട് ചോദിക്കാം അല്ലെ? അപ്പൊ ആൻസർ ഹൂസ് ആണ്. കറക്റ്റ് ആണ് കേട്ടോ. This is the dog dash I rescued. Which? ഇതൊരു അനിമൽ ആണ്. അനിമൽ ആണ്. സോ അതുകൊണ്ട് നമുക്ക് വിച്ച് അങ്ങനെ കാറ്റ് യൂസ് ചെയ്യാം. ഓപ്ഷൻ ഇപ്പൊ ഓപ്ഷൻ ഇതാണെന്ന് കരുതി. ഇതാണ് ഓപ്ഷൻ എങ്കിലോ that whose. This is the dog dash I rescued. Options that whose. Yeah, that ആണ് എഴുതുന്നത് കേട്ടോ. അപ്പൊ things ആണെങ്കിൽ think or animal ആണെങ്കിൽ നമുക്ക് which or that രണ്ടും യൂസ് ചെയ്യാം. ഓപ്ഷൻ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എക്സാമിനെ പ്രതീക്ഷിക്കാം. Then നമുക്ക് ടെൻസ് പോർഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ടെൻസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ഏതൊക്കെയാണ്? നമുക്ക് വെർബ് ആണെങ്കിലും ടെൻസ് ആണെങ്കിലും ഒരു സെന്റൻസ് എന്നിട്ട് ചിലപ്പോ ഡാഷ് ഇട്ടിട്ടുണ്ടാകാം. അവിടെ ഫീൽ ചെയ്യാം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I dashed to my friend's home yesterday. എന്തായിരിക്കും ആൻസർ വരാം? Went. പറയൂ എല്ലാവരും. I went to my friend's house yesterday. വെന്റ് ആണ്. കാരണം അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞു അല്ലെ. ഇന്നലെ പോയ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ പോയി എന്നാ പറയാ അല്ലെ. I went to my friend's home yesterday. ഞാൻ ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. പോയി എന്ന് പറയുമ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഏത് വെർബ് ആയിരിക്കണം? പാസ്റ്റ് വെർബ് ആയിരിക്കണം അല്ലെ. അപ്പൊ വെന്റ് ആണ് വരാം. അപ്പൊ ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്. Yeah, she is dash dinner right now. Miss, can you please repeat the question? She is dash dinner right now. Cook, cooking, cook, cooks. ക്വസ്റ്റ്യൻസ് ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടേ. എല്ലാവരും ആൻസർ പറയൂ കേട്ടോ. കുക്കിംഗ് പറയുന്നുണ്ട്, കുക്ക് പറയുന്നുണ്ട്,
എല്ലാവരും പറയൂ. കുറച്ചുപേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡൗട്ട് ഉണ്ടോ? ചെറുതായി ഡൗട്ട് ഉണ്ടോ? അതായത് ഓക്സിലറീസ് വരികയാണെങ്കിൽ ഈ ജാമാർ ഓക്സിലറീസ് വരികയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടത്? ഏത് ടെൻസ് ആണ്? സബ്ജക്റ്റിന്റെ കൂടെ പ്രസന്റ് ഓക്സിലറി വന്നിട്ടുണ്ട്. അപ്പോ ഏത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോ സബ്ജക്ട് പ്ലസ് ഓക്സിലറി, പ്രസന്റ് ഓക്സിലറി പ്ലസ് വേർബിന്റെ കൂടെ ing വരണം. ing ഫോം ആയിരിക്കണം. അപ്പൊ കുക്കിംഗ് ആണ്, ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പോ ഷീസ് കുക്കിംഗ് ഡിന്നർ റൈറ്റ് നൗ. അവളിപ്പോ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുക്ക് ചെയ്യുകയാണ് എന്നാ പറയാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ടെൻസ് പോർഷനിൽ നിന്ന് ആ ചാപ്റ്ററിൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പരീക്ഷിക്കാം. ഓക്കെ, then next കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ പഠിച്ചു വെക്കാം കേട്ടോ, നന്നായിട്ട് പഠിച്ചു വെക്കാം. എക്സ്ട്രൈസ് ക്വസ്റ്റ്യൻസ് എഴുതാൻ ചാൻസ് ഇല്ല. ഈ ടെക്സ്റ്റിലുള്ള കളക്റ്റീവ് നൗൺ ഒന്ന് പഠിച്ചാലും മതി. എന്താണ് സ്ക്വാഡ്, എന്താണ് പഞ്ച്, ജൂറി. പ്ലീറ്റ് പഠിച്ചു വെക്കേണ്ടത് ഇപ്പോ ടേം 1 വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. പ്ലീറ്റ് പഠിക്കാം, ഫ്രോക്ക് പഠിക്കാം, പ്രൈഡ്, ക്രൂ, ജൂറി. നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. പഠിക്കേണ്ട കളക്റ്റീവ് നൗൺസ് ആണ് പ്ലീറ്റ്, ഫ്ലോക്ക്, പ്രൈഡ്, പാർലമെന്റ്, ക്രൂ. സ്ലോയില് പറയോ? ടെക്സ്റ്റ് ചെയ്യണോ? യെസ് മിസ്. ഇത്രയും പഠിച്ചു വെക്കാം കേട്ടോ. പ്ലീറ്റ്, ഫ്ലോക്ക്, പാർലമെന്റ്, ക്രൂ, ജൂറി, പഞ്ച്, പ്രൈഡ്. ഓക്കെ, then ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ പോർഷനിൽ നിന്ന് വരുന്നത് copper dash a useful method. ഇത് നമ്മുടെ ആർട്ടിക്കിൾ അല്ല, സോറി കോൺഗേർഡ് എന്നാണ് കേട്ടോ. എന്തായിരിക്കും വരാ? ആൻസർ ഏതാണ്? തന്നിരിക്കുന്ന സബ്ജക്ട്, തന്നിരിക്കുന്ന ഒരു പോർഷൻ സബ്ജക്റ്റ് ആണ് അല്ലെ. ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് കോപ്പർ ആണ്. കോപ്പർ സിംഗുലർ ആണ്, പ്ലൂറൽ ആണ് എന്ന് നോക്കുക. എന്നിട്ട് അതിനായിട്ടുള്ള ഒരു എന്താണ്, ഏത് ഓക്സിലറി ആണ് എന്ന് നിങ്ങൾ നോക്കിയിട്ട് ബ്രാൻഡ് ഫിൽ ചെയ്യാം. ഏതായിരിക്കും? കോപ്പർ ഡാഷ് എ യൂസ്ഫുൾ മെറ്റൽ. Is a useful metal. Yeah, copper is a useful metal. Correct. Then my brother and my friend and dash
friends. I am brother and my friend dash friend. Yes, R ആണ് വരെ. R friends ആണ്. Okay. Next, bread and butter dash good for lunch. Bread and butter dash good for lunch. These are how here. Next to you, എല്ലാവരും. ആരാണ് വരാ? വേറല്ലേ മിസ്? വേറാണ് വരാ. ഇത് കോൺവേർഡ് ആണ് കേട്ടോ. ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ രണ്ടാണെങ്കിലും കിട്ടുന്ന കോൺസെപ്റ്റ് എന്താണ്? ഐഡിയ എന്താണ്? ഒന്നാണോ? ആണോ? ബ്രെഡ് ആൻഡ് ബട്ടർ രണ്ടും രണ്ട് വസ്തുക്കളാണ്. ശരി, സമ്മതി. ആ, ഇതാണ് കിട്ടുന്ന ഐഡിയ ഒന്നാണ്. നമ്മൾ എന്താണ് സിംഗുലർ ആയിട്ടാ കാണാം. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ലഞ്ച് എന്നാണ് പറയാം. ഓക്കെ, ഒരിക്കലും തെറ്റിക്കരുത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊറ്റ കോൺസെപ്റ്റ് ആണോ? ഒരെണ്ണേ ഉള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അല്ലേ? അപ്പൊ എന്താണത്? അതും സിംഗുലർ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ് സിംഗുലർ ആണ്. The black cat and the white cat dash fight each other എന്നാണെങ്കിൽ dash fight each other. ആറാവും അല്ലേ? രണ്ടും രണ്ടാണ്. The black cat വൈറ്റ് ക്യാറ്റും ആണെങ്കിൽ രണ്ടും രണ്ടാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ് ആണെങ്കിൽ ഒന്നാണ്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ബ്രെഡ് ആൻഡ് ബട്ടർ ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു ഐഡിയ ആണ്. ബ്രെഡ് ആൻഡ് ദ ബട്ടർ എന്നാണെങ്കിൽ രണ്ടും രണ്ടാണ്. മനസ്സിലായോ? ബ്രെഡ് ആൻഡ് ബട്ടർ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കും. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ആർട്ടിക്കിളിന്റെ ബേസ് ഇതാണ്. ഇന്ത്യ ഈസ് നോട്ട് ഡാഷ് യൂറോപ്യൻ കൺട്രി. ആർട്ടിക്കിൾ ഏതായിരിക്കും വരാം? എ ആൻഡ് നോ ആർട്ടിക്കിൾ വരും. ഇന്ത്യ ഈസ് നോട്ട് ഇതാണ് ആൻസർ വരാൻ ബുദ്ധിമുട്ട്. ഡൗട്ട് ഉണ്ടല്ലോ? മുമ്പ് AEIOU പെടുന്നതാണ് അല്ലേ? സോ
എന്താണ് ഒരു ഡൗട്ടും ഇല്ല അല്ലെ? ആനാണ് അല്ലേ? പക്ഷേ ആനെന്ന് പറയുവോ? ആനാ വരണ്ടത് എങ്കിലും പക്ഷെ എ ആണല്ലേ? ഏ ആണ് കേട്ടോ, ആനല്ല. ഈ ആണെങ്കിലും നമ്മുടെ ആനല്ല, എ ആണ്. ഇന്ത്യ ഈസ് നോട്ട് എ യൂറോപ്യൻ കൺട്രി. നോട്ട് എ യൂറോപ്യൻ കൺട്രി. ഈ വൊവൽ ലെറ്റർ ആണെങ്കിലും സൗണ്ട് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സൗണ്ടിനെയാണ്. യു എന്നാ പറയുന്നത് യൂറോപ്യൻ. ഓക്കെ, സോ എ ആണ് വരാ. ജർമ്മനി ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. ജർമ്മനി ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. അപ്പൊ എന്ത് വരും? യൂറോപ്യൻ വന്നാൽ എന്താണ്? എ ആണ്. എ ആണ് കേട്ടോ. മിസ്റ്റേക്ക് വരുത്തല്ലേ. യൂറോപ്യൻ കണ്ടാല് എ ആണ്, ആനല്ല. ഓക്കെ, I'm waiting for him and sorry. I'm waiting for him dash award. Award. I'm waiting for him dash award. Type here. ALM. I'm waiting for him for dash award. എന്തുകൊണ്ടാണ് എച്ച് കോൺസെപ്റ്റ് സൗണ്ട് അല്ലേ? കോൺസെപ്റ്റ് ലെറ്റർ അല്ലേ? എന്തുകൊണ്ട് ആൻ പറഞ്ഞു? ഇതുകൊണ്ട് ആൻ പറഞ്ഞു. എച്ച് വോവലാണോ? ആൻ ആർ എന്നല്ല പറയുന്നത്. ആൻ. ഓക്കെ, എച്ച് കോൺസെപ്റ്റ് ലെറ്റർ ആണോ? കോൺസെപ്റ്റ് ലെറ്റർ ആണോ എച്ച്? യെസ്. അപ്പൊ എന്തുകൊണ്ട് ആൻ വന്നു? ആൻ അവർ എന്നല്ല പറയുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു പറയുന്ന സൗണ്ട് ആണ്. മനസ്സിലായോ? സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് എ ആണോ ആൻ ആണോ എഴുതുക. മനസ്സിലാക്കാം. അവോർഡ് എന്നാ പറയും. അല്ലെ? ആ സൗണ്ട് ആണ്. സോ അതൊരു വോവൽ ബേസ്ഡ് സൗണ്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് യൂറോപ്യൻ. ഈ നമ്മുടെ വോവൽ ലെറ്റർ ആണെങ്കിലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, യൂറോപ്യൻ അല്ലെ? യു എന്നാ പറയാ, യാണ്. ഓക്കെ, സോ അതുകൊണ്ട് അവിടെ എ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ യു വെച്ചിട്ട് എന്ത് കണ്ടാലും എ ആണ്. അത് നമ്മൾ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. കണ്ടോ? എ യൂറോപ്യൻ. കണ്ടോ? പഠിക്കണം. യൂണിഫോം, യൂണിയൻ, യൂണിവേഴ്സിറ്റി. ഒരിക്കലും ആൻ ചേർക്കരുത്. കാണുമ്പോ യു ആണ് ഇ ആണ് എന്നൊക്കെ തോന്നുമെങ്കിലും ആൻ ചേർക്കാൻ പാടില്ല. ഓക്കെ, പക്ഷെ മിസ് അംബർല വരുമ്പം ആ നമ്പറിൽ അംബർല എന്ന് പറയുന്ന വേർഡ് വരുമ്പോ മിസ് ആനല്ലേ ഉപയോഗിക്കുന്നത്? അതെ. നമ്മൾ എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യത്? അംബർല എന്നല്ലേ? അപ്പോ ആൻ വരും. umbrella. Umbrella. So ആൻ യൂസ് ചെയ്യണം. മനസ്സിലായോ? പ്രൊണൗൺസ് ചെയ്യുമ്പോഴാണ് അതറിയാം എന്തായിരിക്കും വരാ. എലിഫന്റ് അല്ലെ? എലിഫന്റ്, ആൻ എലിഫന്റ്. അക്വേറിയം, ആ സൗണ്ട് ആവല്ലോ. അംബ്രല്ല, ഓറഞ്ച്. കണ്ടോ? അതൊക്കെ സൗണ്ടിനെ ബേസ് ചെയ്യുന്നതാണ്.
യു ആണ് കാണുമ്പോ യു ആണെങ്കിലും സൗണ്ട് ആ ഇതാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ആൻഡ് ചേർക്കാം. മനസ്സിലായോ? യൂണിയൻ, യൂണിഫോം, യൂറോപ്യൻ, യൂണിറ്റ് ആ എന്നാണ് പറയാ. യു ആണ് പറയുന്നേ. യൂണിവേഴ്സിറ്റി. മനസ്സിലായോ? സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ എ ആണ് ആൻ ആണ് നോക്കാൻ. ഒരിക്കലും മാറിപ്പോകരുത്. ഇവിടെ ഈ യൂറോപ്യൻ ഇമ്പോർട്ടന്റ് ആണ്. മിക്ക എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ യൂറോപ്യൻ. അതുകൊണ്ട് യൂറോപ്യൻ വരുമ്പോ എ ആണ്. പഠിച്ചു വെക്കുക. യൂറോപ്യൻ വരുമ്പോ എ ആണ്. ഓക്കെ. Ma'am, school. ഓക്കെ റീന. Thank you, ma'am. ഓക്കെ. അപ്പോ ആർട്ടിക്കിൾ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും വരാട്ടോ. പിന്നെ എന്താണ് നമ്മുടെ നൗണില് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ കളക്റ്റീവ് ആണ് ഞാൻ പറഞ്ഞു. റിലേറ്റീവ് പ്രോണൗൺ എന്ന് വരും. പിന്നെ കോൺവേർഡ്, ബ്രെഡ് ആൻഡ് ബട്ടർ അത് ഇമ്പോർട്ടന്റ് ആണ്. അഡ്ജക്റ്റീവ് ഫ്രേസ് ക്വസ്റ്റ്യൻസ് വരും. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയെ അല്ലെ അല്ലെങ്കിൽ ഒരു നൗണിനെ നമ്മൾ ഒന്നല്ല രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഷീ ഈസ് ലുക്കിംഗ് ഇന്റലിജന്റ് ആൻഡ് സ്മാർട്ട് ഗേൾ എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? She is looking intelligent and smart girl. Intelligent and smart use ചെയ്തത് adjective phrase ആണ്. അവിടെയാണ് നമ്മൾ മോഡിഫൈ ചെയ്തത്. Okay. She sings well and beautifully and very clearly എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ she sings beautifully, clearly and so nicely എന്നൊക്കെയാണ് പറയുന്നെങ്കിലോ adjective. നമ്മൾ അവിടെ എന്തിനാണ് മോഡിഫൈ ചെയ്തേ? അവിടെയാണോ ചെയ്തതല്ലേ അവള് ചെയ്തൊരു പ്രവൃത്തിയാണോ? എനിക്കാണ് ഞാൻ പറഞ്ഞത്. She sings she sings beautifully, clearly and expressively എന്നാണ് പറയുന്നെങ്കിലോ adverb എന്താണത്? ഫ്രേസ് ആണ്. ഒന്നിൽ കൂടുതൽ വാക്കുകൾ യൂസ് ചെയ്ത് നമ്മൾ മോഡിഫൈ ചെയ്തു. She sings beautifully, clearly and expressively ഇത്രയും വാക്കുകൾ കൊണ്ട് നമ്മൾ മോഡിഫൈ ചെയ്തപ്പോ അത് adverb phrase ആയിട്ട് മാറി. Okay. Next, she is looking more active and intelligent than them എന്നാണ് പറയുന്നെങ്കിൽ ഈ ആക്റ്റീവിനെയും ഇന്റലിജന്റിനും താഴെ നമ്മൾ അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് പറയും ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്സ് എന്ന് പറയുമ്പോ ഏതായിരിക്കും ഓപ്ഷൻസ് വരും? അഡ്ജക്റ്റീവ് ഫ്രേസ്, adverb phrase, noun phrase, then verb phrase എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് വരും. ഇത് ഏതായിരിക്കും അപ്പൊ? She is looking more active and intelligent than them. എന്താണ്? അവളെ കാണാനെന്നാ പറയുന്നേ. അവളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോ adjective phrase ആണ്. adjective phrase ആണ്. adjective phrase ഉം adverb phrase ഉം ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇതൊക്കെ ചോദിക്കൂട്ടോ, കാരണം ആൻസർ ആരും പറയുന്നില്ലല്ലോ. ഉണ്ട് മിസ്സേ.
So മഞ്ജുഷയാണോ പറഞ്ഞത്? ആ മിസ്സേ, ഡൗട്ട് ഉണ്ട്, അത് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുന്നു. ഓക്കെ മിസ്സേ. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെക്കും. ഫസ്റ്റ് അഡ്ജക്റ്റീവ് എഴുതാം. അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിയണം. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാല് നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. നൗണിനെ മോഡിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് അഡ്ജക്റ്റീവ്. നൗണിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്ന വേർഡ് ആണ് adjective. She is a smart girl. She is a smart girl എന്ന് പറയുമ്പോൾ ഈ സ്മാർട്ട് എന്താണ്? നമ്മൾ ആ സ്മാർട്ട് എന്താണ്? നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള വേർഡ്. ഇവിടെ നൗൺ ഏതാണ്? അവളാണ്. നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് അഡ്ജക്റ്റീവ് എന്ന് എഴുതാം. നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ. ഷീ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്, അവളാണ് അല്ലെ. അവളെ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും. അവള് വെറും ഗേൾ അല്ല, ഷീസ് സ്മാർട്ട് ഗേൾ. സോ സ്മാർട്ട് എന്ന് പറയുന്ന വേർഡ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറയാണ് ഷീസ് സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ആൻഡ് ക്ലെവർ ഗേൾ. ഷീസ് സ്മാർട്ട് ഇന്റലിജന്റ് ആൻഡ് ക്ലെവർ ഗേൾ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി മാറും? നെക്സ്റ്റ് എഴുതാം. അടുത്തൊരു ഹെഡിങ് എഴുതിയ നിങ്ങൾ അഡ്ജക്റ്റീവ് ഫ്രേസ്. അഡ്ജക്റ്റീവ് ഫ്രേസിന് നോട്ട്ബുക്കിൽ എഴുതാം. അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത് നൗണിനെയോ പ്രോനൗണിനെയോ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. നൗണിനെയോ പ്രോനൗണിനെയോ രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സ് ഉപയോഗിച്ച് വേർഡ്സ് യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്യാണ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. എഴുതിയോ? ഒരു എക്സാമ്പിൾ എഴുതി നിങ്ങള്. She is smart, intelligent, and a clever girl. She is smart, intelligent, and clever girl. ഇവിടെ എന്താണ് നമ്മൾ ആദ്യം എഴുതിയ എക്സാമ്പിളും ഈ എക്സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നൗണിനെയും പ്രൊനൗണിനെയും മോഡിഫൈ ചെയ്യാൻ നമ്മൾ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചു. കൂടുതൽ വാക്കുകൾ സ്മാർട്ട്, ഇന്റലിജന്റ്, ക്ലെവർ എന്നൊക്കെ പറഞ്ഞു. മറ്റേത് നമ്മൾ സ്മാർട്ട്. അപ്പോ ഫ്രേസ് മനസ്സിലായാലും ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടാകും അവിടെ. ചിലപ്പോ രണ്ടായിരിക്കാം ഉള്ളത്, രണ്ടിൽ കൂടുതലാകാം, രണ്ടാകാം. ഒരെണ്ണാണെങ്കിൽ എന്താണ്? അത് അഡ്ജക്റ്റീവ് മാത്രമാണ്. രണ്ടെണ്ണമൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ അത് ഫ്രേസ് ആയിട്ട് മാറും. എക്സാമ്പിൾ നോക്കി. My younger brother is a short-tempered person. My younger brother is a short-tempered person. എന്താണത്? adjective.
adjective phrase ആണ്. Okay, short tempered എന്ന് പറയുമ്പോൾ adjective phrase ആയിട്ടാണ് വരാ ട്ടോ. My younger brother is a short tempered person. Adjective phrase ആണ്. നോട്ട് ചെയ്തിരിക്കാം. അപ്പൊ adjective phrase മനസ്സിലായല്ലോ? അവിടെ ഒരെണ്ണല്ലേ ഉള്ളൂ അപ്പൊ? ഒരെണ്ണുള്ളൂവെങ്കിലും ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് കാണാം. അതുകൊണ്ടത് ഫ്രേസ് ആണ്. ഓക്കെ, കൺഫ്യൂസിങ് ആക്കാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. മനസ്സിലായോ? ഫ്രേസ് ആണ് കേട്ടോ. മിസ്സേ ഒരു ഡൗട്ട് ചോട്ടെ. നേരത്തെ ആഡ്വർബ് പറഞ്ഞില്ലേ, ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി ക്ലിയർലി ആൻഡ് എക്സ്പ്രസീവ്ലി. അപ്പോ അവിടെ നൗൺ അല്ല സിങ്സിനെ ആണല്ലേ ബ്യൂട്ടിഫുള്ളി ക്ലിയർലി എക്സ്പ്രസീവ്ലി അങ്ങനെ വന്നതുകൊണ്ടല്ലേ ആഡ്വർബ് പറഞ്ഞത്. ഇവിടെ നൗണിനല്ലെങ്കിൽ പ്രൊനൗൺ, അതായത് ഷീനെയാണ് ഇവിടെ സ്മാർട്ട് ഇന്റലിജന്റ് ആൻഡ് ക്ലവർ ഗേൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അഡ്ജക്റ്റീവ് ഫ്രേസ് വന്നത്. അതായത് adjective phrase എന്ന് പറയുമ്പോൾ നമ്മളെ ആരെങ്കിലും ആയിരിക്കും ക്വാളിഫൈ ചെയ്യുക. അവിടെ നല്ല ഭംഗിയുണ്ട്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണെന്നൊക്കെ പറയും. adverb വരുമ്പോ അവൾ ചെയ്തൊരു കാര്യത്തെ കുറിച്ചായിരിക്കും പറയാം. അവളോ ആരോ ചെയ്തൊരു കാര്യം നല്ലതായിരുന്നു, നന്നായിട്ട് ഡാൻസ് കളിച്ചു, അവൾ നന്നായിട്ട് പിക്ചർ വരച്ചു. അപ്പൊ അവൾ ചെയ്ത ഒരു പ്രവൃത്തി ആയിരിക്കും അവിടെ ക്വാളിഫൈ ചെയ്യുക. അതാണ് adverb പറയുക. വെറുതെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ my younger brother is a short tempered person എന്ന് പറയുമ്പോൾ adjective phrase ആണ്. ഇനി ഈ ചാപ്റ്ററിൽ വരുന്നത് ക്ലോസ് ആണ്. ക്ലോസ് ചെയ്യുന്ന അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഫ്രേസിൽ നിന്നൊക്കെയാണ് ചോദിക്കുക. കാരണം നിങ്ങൾക്കറിയാലോ എംസിക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്ലോസ് ചെയ്യുന്ന തീം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ക്ലോസ് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ഐ തിങ്ക് റിലേറ്റീവ് പ്രൊനൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് adjective ക്ലോസ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ സെന്റൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നൗണിനെയാണോ പ്രോനൗണിനെയാണോ മോഡിഫൈ ചെയ്യിപ്പിക്കാന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും adjective ആണെന്ന് മനസ്സിലാവും. എന്നിട്ട് ഇതേപോലെ ഒന്നോ രണ്ടോ കൂടുതലൊക്കെ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രേസ് ആണ്. ഇനി അഥവാ അവിടെ ഒരു റിലേറ്റീവ് പ്രോനൗൺ എന്തെങ്കിലും വന്നിട്ടുണ്ട്, ഒരു സെക്കൻഡ് സെന്റൻസും കൂടെ ഉണ്ടെങ്കിൽ അതെന്താണ്? adjective ക്ലോസ് ആണ്. ക്ലോസ് വന്നതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. സോ ടേം 1ന് ഫ്രേസ് മാത്രമേ ഉള്ളൂ ഇതുവരെ പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു മെയിൻ എക്സാം ഒക്കെ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനിടയിൽ വന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് adverb എഴുതൂ. adverb adverb വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് adverb. വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് adverb എന്ന് പറയുന്നത്. എക്സാമ്പിൾ എഴുതാം. He drives carefully. Carefully കേട്ടോ. He drives carefully. He drives carefully എന്ന് പറയുമ്പോൾ ഇവിടെ adverb ഏതാണ്? carefully. Carefully ആണ്. അപ്പൊ അവൻ ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിലാണ് പറയുന്നത്. അവൻ കെയർഫുള്ളി ആയിട്ടാണ് എന്താ ഡ്രൈവ് ചെയ്തത് അല്ലെ? അപ്പൊ ഡ്രൈവിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ അവനെ കുറിച്ചല്ല കേട്ടോ. ഓക്കെ, അവൻ ചെയ്തൊരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, adverb phrase എഴുതാം. adverb phrase എങ്ങനെയാണ്? ഒന്നിൽ കൂടുതൽ വാക്കുകൾ യൂസ് ചെയ്ത് ആ വെർബിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് adverb phrase ആണ്. They speak English so easily and fluently. They speak English so easily and fluently. എന്തായിരിക്കും? adverb phrase. adverb phrase ആണ്. രണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ
രണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ ആ സ്പീക്കർ അല്ലെ സംസാരിക്കുന്നതിന് നമുക്ക് മോഡിഫൈ ചെയ്യും. അപ്പോ ഇത് ആഡ്വർബ് ഫ്രേസ് ആണ്. ക്ലിയർ ആയല്ലോ? അഡ്ജക്റ്റീവ് ഫ്രേസ് ആൻഡ് ആഡ്വർബ് ഫ്രേസ് രണ്ടും ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നിങ്ങൾക്ക് ക്ലോസ് ഇല്ല, പക്ഷെ ക്ലോസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഇതിന് അവർക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ പറയാൻ നമുക്ക് സമയമില്ല, കാര്യം ഇപ്പൊ പറഞ്ഞാലും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ടേം 1-ന് ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അതായത് adjective phrase, adverb phrase, then relative pronoun, then conjured എന്ന് വന്നിട്ടുണ്ട്, article എന്ന് വന്നിട്ടുണ്ട്, പിന്നെ collective noun, tense എന്തോ tense എന്ന് വന്നിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ടേം 1-ലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ഇതേപോലെ തന്നെ ഒരു നൗൺ ഫ്രേസില് നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞിട്ടില്ലേ 6th ചാപ്റ്റർ നൗൺ ഫ്രേസ് നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞിട്ട് അതിന് ക്വസ്റ്റൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇതുവരെയും എക്സാമ്പിൾ ക്വസ്റ്റൻ വന്നിട്ടില്ല, പേടിക്കണം. അഡ്ജക്റ്റീവും ആഡ്വർബും മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാരും നന്നായിട്ട് പഠിക്കുക. എക്സാമ്പിൾ ഉണ്ടാകും, ഷുവർ ആണ്. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഫുൾ മാർക്ക്. ഓക്കെ. കൂടി വന്നിട്ട് 10 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ ഉണ്ടാകുള്ളൂ. മാക്സിമം മാർക്ക് അതിൽ കൂടുതൽ പോകൂല. അതുകൊണ്ട് അത്രയും ഞാൻ ഏകദേശം നിൽക്കുന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ. അതുകൊണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷിന് മാർക്ക് ഉണ്ടാവണം. ഓക്കെ. മാർക്ക് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പഠിക്കുക പക്ഷെ നന്നായിട്ട് കേട്ടോ. മാക്സിമം എഫോർട്ട് എടുത്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. 13th ആണ് എക്സാം. ഓക്കെ. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ, കൂളല്ലേ? എന്താണെന്നും മിണ്ടാതെ ക്ലാസ്സിൽ സംസാരിക്കൂ. ഒന്നും മിണ്ടുന്നില്ല. ടെൻഷൻ എന്തിനാണ്? ക്വസ്റ്റ്യൻസും മോഡലൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പോ ടെക്സ്റ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് വെക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാനൊന്നും പറയില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് മാക്സിമം അതൊക്കെ മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിന് 10 out of 10, 5 out of 5. ഓക്കെ. ടെൻഷൻ എടുക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 1 or 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഓപ്ഷൻ വായിക്കാൻ പോകണ്ട എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെ ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ആദ്യം അങ്ങനെ ട്രൈ ചെയ്തു. എന്നിട്ട് പറ്റില്ല, പറ്റുന്നില്ല എങ്കിൽ നോർമലി നിങ്ങൾ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. ടെൻഷൻ എടുക്കാതെ കൂൾ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എക്സാമിന് ഏറ്റവും ആദ്യം ഇംഗ്ലീഷ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യും. അപ്പൊ ടെൻഷൻ ഫ്രീ ആകുമല്ലോ. ഓക്കെ. ഓക്കെ ആണോ എല്ലാവരും? കൂൾ ആണോ? ഓക്കെ മിസ്. ഓക്കെ ആണ്. അതിന് നമുക്ക് 10-2 എന്നാണ്. ഇനി 27th ആണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? അതിക്ക് മുന്നേ 28th ആണ്. ഓക്കെ. അപ്പൊ അതിക്ക് മുന്നേ നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമ്മുടെ ഈ എക്സാം കഴിഞ്ഞിട്ട് ടേം 1 എക്സാം കഴിയുമ്പോൾ ഞാൻ അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസോ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസോ ഒക്കെ ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. മിസ് ഒരു ഡൗട്ട്. നാളെ ജിഷ മിസ് വരുന്ന ജിഷ മിസ് ഇപ്പൊ അങ്ങനെ കുറച്ചായി വന്നിട്ട്.
അപ്പോ ജിഷ മിസ്സിനോട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ ഫസ്റ്റിലെ പാർട്ട് 1ലെയും 2ലെയും ഒരു 3 ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല മിസ്സേ. അപ്പൊ അതിന്റെ ഒന്ന് പറയാവോ മിസ്സിനോട്? അല്ലെങ്കിൽ മിസ് നാളെ വരുമോന്ന് അറിയില്ല ഞങ്ങക്ക്. 3 ചാപ്റ്ററിന്റെ കിട്ടിയിട്ടില്ല. അപ്പൊ ഏതൊക്കെയാണ് മോഡ്യൂൾ? മൊഡ്യൂള് 1ലെ പാർട്ട് 1ലെയും പാർട്ട് 2ലെയും 3 ചാപ്റ്റേഴ്സ് ഈ 3 ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല. ഇട്ടിട്ടില്ല. ആ ഞാൻ പാർട്ട് പറയാം. 1ലെ 1 ചാപ്റ്ററും പാർട്ട് 2ലെ 2 ചാപ്റ്റേഴ്സും. പാർട്ട് 1ൽ ഒരു ചാപ്റ്റർ അല്ലേ? അതെ അതെ. പാർട്ട് 2ൽ നിന്ന് 2 ചാപ്റ്ററിന്റെ. ഞാൻ പറയാം കേട്ടോ. ഓക്കെ മിസ്സേ, താങ്ക് യു. ഞാൻ പറയാം. അല്ലെങ്കിൽ മറ്റുഷാന്ന് പറഞ്ഞാൽ മതിയില്ലേ? അറിയാലോ മിസ്സിന്. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് മിസ്സിന്. ഇന്ന് മിസ് കാണുമെന്ന് അറിയില്ലോ. മിസ്സിന് ഇനി ടൈം കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇനി മിസ് നാളെ വരുമോന്ന് ഞങ്ങൾക്ക് അറിയില്ല. വെള്ളിയാഴ്ച എക്സാം ആയതുകൊണ്ട് പറഞ്ഞു മാത്രം. ഇല്ല, ഇതിലിപ്പോ നമുക്ക് ഈ എക്സാമിലുള്ളതൊക്കെ കംപ്ലീറ്റഡ് ആണ്. ഇനി 4th ഒക്കെ ഉള്ളൂ. ഓക്കെ മിസ്സേ. നിങ്ങളോട് പറയും, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇൻഫോം ചെയ്യാം. ഓക്കെ മിസ്സേ, താങ്ക് യു. സോ താങ്ക് യു. ഇനി സൈൻ ഔട്ടോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നും ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. സോ ഇത്രയൊക്കെ ഉള്ളൂ എക്സാം വൈസ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇൻഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം. കാരണം സ്റ്റുഡൻസ് വളരെ കുറവാണ്, ആരും ഫീഡ്ബാക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, ടെൻഷൻ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാട്ടോ. ഒരു ടെൻഷനും വേണ്ട, കൂൾ ആയിട്ടിരിക്കും. ഓക്കെ. സോ യാ. അപ്പോ താങ്ക് യു ഓൾ. See you on the next class. Bye. താങ്ക് യു മിസ്. Thank you, ma'am.